ഞാൻ രേണുവിനെ ആദ്യം കാണുമ്പോൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ തുടക്കകാലത്ത് ഒരു വിഷു ഫോട്ടോഷൂട്ടിന് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു ലോക്കൽ ട്രെയിനിൽ പെട്ടെന്ന് അവിടെ വന്ന് ഇറങ്ങുന്ന ഒരു രേണു, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി നാടകത്തിലേക്ക് വേണ്ടി പോകുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് രേണു പറയാനുള്ളത്? നല്ല കഷ്ടപ്പാടായിരുന്നു. വലിയ ലക്ഷറി ലൈഫൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും എന്താ പറയുക, ഓട്ടോ എന്ന് വെള്ളം പോലും കുടിക്കത്തില്ല, അത്രയ്ക്ക് ഓട്ടം. ഇപ്പോഴും വെള്ളം ഇവളുള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ. ഇപ്പം സ്വന്തമായിട്ട് മാനേജർ മാത്രമല്ല, അവളെൻ്റെ ഫ്രണ്ടും കൂടാണ്. മാനേജർ വഴി നമ്മുടെ കൂടെയുള്ളൊരു കുട്ടി, നമ്മുടെ പേഴ്സണൽ മേക്കപ്പ്, എല്ലാ പേഴ്സണൽ കാര്യങ്ങളെല്ലാം അവള് നന്നായിട്ട് നോക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഹാപ്പി. പിന്നെ പേജ് നോക്കാനും ഉണ്ട് ആൾക്കാർ. അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ കാര്യം ഉത്തരവാദിത്തപ്പെട്ട് നോക്കാൻ ആൾക്കാരുണ്ട്. കഷ്ടം കൊണ്ട് റിച്ചായി. റിച്ചൊന്നും ആയിട്ടൊന്നുമില്ല. ആ ഒരു കഷ്ടപ്പാടിന്റെ ഒരു അല്ലേ ഒരു റിസൾട്ടാണിത് അല്ലേ?